പിടികൂടുന്ന ഒരവസ്ഥ വരുന്നു. നല്ല കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിലും അതിൽ എപ്പോഴും തേട്ടി വരുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതെനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മണിച്ചിത്രത്താഴത്തെ ഇന്നലെ ഞാൻ വീട്ടിൽ പറഞ്ഞു, മണിച്ചിത്രത്താഴത്തെ നാഗവല്ലിയെ പോലെ ഞാൻ കുറേ കാര്യങ്ങൾ വെട്ടിമുറിച്ച് കളഞ്ഞതായി ഈ പുസ്തകത്തോടു കൂടി. അതെന്തായാലും സൈക്കോളജിക്കൽ എഫക്റ്റ് ആയിരിക്കാം. പുസ്തകത്തോടുകൂടി, പുസ്തകം എഴുതിയോടുകൂടി എൻ്റെ മനസ്സിലുള്ള ഉണ്ടായിരുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റ് മനഃശാസ്ത്രജ്ഞന്മാരുടെ സഹായം കൂടാതെ തന്നെ ഒഴിവായിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നതൊരു മനഃശാസ്ത്രം അതിലുണ്ട്. ഞാനങ്ങനെ എഴുതണമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഓഫീസ് കാലം കഴിഞ്ഞതിന് ശേഷം ഉള്ള ചില ഓഡിറ്റ് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് വിവരാവകാശങ്ങളൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നും അതൊന്നും ഈ പുസ്തകത്തിലില്ല. അടുത്തൊരു പുസ്തകത്തിനുള്ളൊരു വകുപ്പായിട്ട് ഇതൊരു വിദ്യാർത്ഥിയോടെ ഉണ്ടാവും തോന്നുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ പഴയ കാര്യങ്ങൾ കുറേ ഓർമ്മ വന്നു. ഇത് മുഴുവൻ ഞാൻ മനസ്സിലിട്ട് ഇനി നടക്കണം എഴുതേണ്ടത്. സാറ് പറഞ്ഞ കവിത സമാഹാരം അതൊരു 10 കൊല്ലം കൊണ്ട് ആയിരിക്കും ഞാൻ ചെറിയ വെറുതെ കുത്തി കുടിക്കുന്നതാണ്. എനിക്ക് 10 മിനിറ്റ് കൊണ്ടേ എഴുതാൻ പറ്റുള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ ഇതൊരു കവിനൊന്നും വരുന്നില്ല. പിന്നെ എനിക്ക് ആ ഒരു വാക്ക് പോലെ എഴുതാൻ പറ്റാറില്ല. അങ്ങനെ കുറച്ച് കവിതകൾ ഞാൻ 10 കൊല്ലം എനിക്ക് അസുഖം വന്ന് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടി വന്നപ്പോൾ ആ സമയത്ത് തുടങ്ങിയ ചെറിയൊരു വിഷമങ്ങൾ മറക്കാനുള്ള ഉപാധിയായിട്ട് എടുത്തതാണ്. അത് വിവരണം കൊടുത്താൽ അത് പക്ഷെ പിന്നെ എനിക്ക് ഒരു തമാശ പോലെ ഒരു രസമായി തോന്നി. ഞാൻ ബസ്സിലിരിക്കുമ്പോഴൊക്കെ ഓർക്കുന്ന കാര്യങ്ങൾ ഓഫീസിൽ ചെന്ന് അറ്റൻഡൻസ് ഒപ്പിടുന്നതിന് മുന്നേ എഴുതി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 10-45 കവിതകൾ ചെറുതായിട്ട് അത് എനിക്ക് സന്ധ്യയായിട്ട് കണ്ടുപിടിക്കുകയും ആ ഡയറി ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നു. പക്ഷെ അതെങ്ങനെയോ കണ്ടുപിടിച്ചു അത് പകർത്തി പ്രസിദ്ധീകരിച്ചു. അത് സാറെന്ന് അവതരിപ്പിച്ച് തന്നെ നന്നായിട്ടൊക്കെ. പക്ഷെ ഞാൻ സാറിന് മറന്നതല്ല. ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടില്ല. ഈ പുസ്തകത്തിൽ ഒന്നും ഡീറ്റെയിൽ അല്ല, എല്ലാം ഇങ്ങനെ സ്പർശിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയാൽ ഇതൊരു വലിയൊരു പുസ്തകമാണ്. അപ്പൊ അത് വേണ്ടാന്നൊക്കെ ചുരുക്കി അവസാനമൊക്കെ വന്നപ്പോൾ നമ്മള് ചുരുക്കാന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതി. ഇതൊരു 10-15 ദിവസം കൊണ്ട് എഴുതിയതാണ്. ഞാൻ എഴുതാൻ പറഞ്ഞപ്പോൾ സഞ്ജയോട് പറയുന്നത് നീ എഴുതാൻ തുടങ്ങിക്കോന്ന് പറയും. പിന്നെ എനിക്ക് സ്വൈരം കിട്ടില്ല, എഴുത് പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ ഒരു ദിവസം കുറച്ച് നേരം ഇരുന്ന് എഴുതും. എല്ലാവരും വീട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ കാണുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എഴുതും. അത് അവിടെ കൊണ്ട് കൊടുക്കും ആ ഡയറി. അത് കോറി വരച്ച പോലെയാണ്, അത് വായിച്ച മനസ്സിലാവുന്നില്ല. അത് വെളുപ്പിന് 3 മണിക്ക് ഇരുന്ന് കുറെ പകർത്തും. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രെഡിറ്റ് അത് ഞാൻ എൻ്റെ ഭർത്താവിന് തന്നെ കൊടുക്കുകയാണ്. ഞാൻ ഇതിങ്ങനെ ഈ ഡയറിയിൽ എഴുതിയത് മാത്രമേ എനിക്കറിയൂ. പിന്നെ അത് പകർത്തി അത് പ്രസാധകരെ കണ്ടു. പിന്നെ അവർ നന്നായിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോകേണ്ടി വന്നുള്ളൂ. ഇതിൻ്റെ കുറച്ച് കറക്ഷൻസ്, അത് വളരെ മൈന്യൂട്ട് കറക്ഷൻസേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ആ ഗ്രാമറൊന്നും തെറ്റാതെ അവിടെ പെൺകുട്ടിയുടെ അവർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്നുള്ളൊരു പബ്ലിഷിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒന്നുകൂടി എഴുതാമോ എന്ന് ചോദിച്ചാൽ ഇത് ഓർഡർ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിൽ പോയിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ 28 വയസ്സിൽ 10 വയസ്സ് തൊട്ടൊക്കെ നമുക്ക് ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. അപ്പം അന്ന് തന്നെ ഇപ്പം നമ്മുടെ കൊച്ചു ഒരു കുട്ടി അച്ഛനൊക്കെ സിനിമയായിട്ട് ചേച്ചി മുന്നോട്ട് ചേച്ചി ഇതൊക്കെ ഒരു തണലിലിങ്ങനെ ഭർത്താവ്. പിന്നെ പഠിക്കാൻ പോകുന്നു, കല്യാണം കഴിയുന്നു. അപ്പം നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഓഫീസറൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഗമയിൽ കയറി അങ്ങ് ഇരിക്കാൻ പറ്റില്ല. അരി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഓഫീസർ പ്രസിദ്ധീകരിക്കാൻ കയറുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കും. പക്ഷെ പിന്നെയാണ് ഈ മണ്ണ് സാമ്പിൾ എടുക്കലും. ഞങ്ങൾ പഠിച്ചതൊന്നും അല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ക്യാഷ് ബുക്ക് എഴുതലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. അപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണക്കായിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്തിരുന്നത്. ഞങ്ങൾ കൃഷിക്കാർക്ക് കൊടുക്കുന്ന പൈസയുടെ കണക്കായിരുന്നു ഞങ്ങൾ കൂടുതലും. അല്ലെ ടാലി ചെയ്യിക്കണം. നമ്മുടെ ആ ഒരു പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുള്ള ഒരു ഇതായിരുന്നു കൂടുതലും. പക്ഷെ എങ്കിലും കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളത് ഞാൻ ചില എവിടെ എന്ത് ചെയ്താലും അതിൽ ആത്മാർത്ഥമായി ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട്
നമ്മൾ എവിടെ പോയിരുന്നാലും അങ്ങനെ മോശം ഓഫീസർ എന്നുള്ള പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. എങ്കിലും അതിൻ്റെ ഇടയിൽ വരാവുന്ന ചില നൂലാമാലകൾ, ട്രാൻസ്ഫറുകൾ, പിന്നെ അതുപോലെ ഭർത്താവിന് ഒരു സ്ഥലത്തേക്ക് മാറ്റും. അപ്പോൾ ഞാൻ കുടുംബത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും എന്നെ മാറ്റിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളെ ഈ കുട്ടികൾ അവരെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ 2 കുട്ടികളും അവരുടെ ഒരു ഇതിൽ പഠിച്ച് ഒരു സ്ഥാനത്തേക്ക് എത്തിയതാണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ പലരും ഉദ്യോഗസ്ഥകൾ പറയുന്ന കേൾക്കാം, എൻ്റെ കുട്ടി 10ാം ക്ലാസ്സിലല്ല 5ാം ക്ലാസ്സിലാണ്, ഞാൻ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുക്കുന്നു. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ 10ാം ക്ലാസ് ആയപ്പോഴും ഒരു ക്ലാസ്സിലും ഞാൻ ലീവ് എടുത്ത് അവരെ പഠിപ്പിച്ചിട്ടില്ല. അതിനെൻ്റെ കുട്ടികളോടാണ് എനിക്ക് നന്ദി പറയുന്നത്. അവരത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്, പഠിച്ചു, അവരുടെ രീതിയിൽ ഓരോ നിലയിലെത്തുന്നു. അപ്പോൾ അതുപോലെ തന്നെ സഞ്ജയനാണെങ്കിൽ ദൂരേക്ക് പോകുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും പ്രായമായ അമ്മയും ഓഫീസും എല്ലാം നമുക്കുണ്ടാകും. അപ്പം എൻ്റെ അതേ ജോലിയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരടെ ചെന്ന് മദ്ദളത്തിനോട് പറയാനൊരു അതെനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. വൈകുന്നേരം വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഓഫീസിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് വ്യത്യാസം അത് പറഞ്ഞിട്ട് അത് പറയാൻ പറ്റില്ല. കാരണം അവിടെ അതിനേക്കാളും തീ പിടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഞാൻ പറയില്ല. അപ്പം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് സപ്രസ് ചെയ്യും കുറേ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ വല്ലാതെ ബാധിക്കും. കാര്യം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയാണ്, നല്ല ശമ്പളം കിട്ടുന്ന ആ ഒരു പരിവേഷം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. എല്ലാ വിചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ വയനാടാണ് ഏറ്റവും മലപ്പുറത്ത് തുടങ്ങിയ എൻ്റെ ഈ ഓഫീസ് ജീവിതം വയനാടാണ് അവസാനിക്കുന്നത്. അത് ആ പുത്തുമലയിൽ ആ പ്രളയം, അതിൻ്റെ അടിയിൽ ആ ഡെഡ് ബോഡീസ് കിടക്കുന്ന സമയം എല്ലാം അതൊക്കെ വയനാട്ടിലേക്ക് കയറുമ്പോൾ എനിക്ക് എൻ്റെ അതൊക്കെയാണ് ഇപ്പോഴും ആ ഓർമ്മകൾ. ഈ ഈ നല്ല ഓർമ്മ. വയനാട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പറ്റാത്തൊരു ഓർമ്മകൾ വരും. അതുകൊണ്ട് ഞാനങ്ങനെ ടൂർ എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോകാറില്ല. കാരണം ഈ സർവീസിൻ്റെ നിപ്പ, കോവിഡ്, പ്രളയത്തെല്ലാം ഞാൻ വയനാട്ടിൽ നിന്ന് മാനേജ് ചെയ്യേണ്ടി വന്നു. അന്ന് ജില്ലാ ഓഫീസറായിട്ട് ചാർജായിരുന്നു. എങ്കിലും അതൊന്നും വലിയ ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പങ്ങളില്ലാതെ ഞാൻ വലിയൊരു ഈശ്വര വിശ്വാസിയാണ്. ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയാണ്. ആ ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എനിക്ക് പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇനി ഔദ്യോഗികം. അതുകൊണ്ടാണ് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളയുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാൻ എനിക്കിപ്പോൾ താല്പര്യം അത്ര തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സ് ഡൈവേർട്ട് ചെയ്യണം എന്നതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ മൂളിപ്പാട്ടുകൾ പാടി നടക്കുന്ന ആളായിരുന്നതുകൊണ്ട് അതിൻ്റെ ഏകദേശം ഒരു ബേസ് എന്താണെന്നുള്ളത് പഠിക്കാം എന്നുള്ളതിനാണ്. ഇപ്പം ആദ്യം കുറച്ച് ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ കിട്ടി, പിന്നെ അത് ഓൺലൈനായി. അപ്പം അങ്ങനെ ഇപ്പോൾ ക്ലാസ് അങ്ങനെ കിട്ടാറൊന്നുമില്ല. എങ്കിലും ഈ പറഞ്ഞ സാറിൻ്റെ ഇപ്പോൾ സാറ് ഡൈവേഴ്സ് ചെയ്യുന്ന പാടിയതുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കാൻ കാരണം എൻ്റെ ഭർത്താവ് അത്യാവശ്യം ഒരു പാട്ടുകാരനാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അദ്ദേഹം ഒരു 3 മണി 4 മണിക്കൊക്കെ എഴുതിയിരുന്നു. അപ്പം ഞാനപ്പോൾ 10 പോയി കഴിക്കും. കാരണം നമുക്ക് ഉറങ്ങണ്ടേ. നല്ല രാവിലെ തന്നെ പാട്ട് പാടും. സ്റ്റാമ്പേക്കട്ടൊക്കെ അത് നല്ല ഒച്ചയിലാണ് പാട്ട്. അടുത്ത വീട്ടുകാരൊക്കെ കേൾക്കാവുന്ന. പക്ഷെ അത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അത് മകാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാനും അത് ബാക്കി പറഞ്ഞ പോലെ അനുബന്ധ ഞാനും എടുത്ത് പാടാറുണ്ട്. അപ്പം അത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇനിയുള്ള ജീവിതം ഇനിയുള്ള കാലം വളരെ ഷോർട്ടാണ്. ഓർമ്മകൾ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർമ്മയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ പുസ്തകം എഴുതിയത് എൻ്റെ ഓർമ്മകൾ. അപ്പോൾ എനിക്ക് മെമ്മറി ഉണ്ടെന്ന് കൂടി എനിക്ക് മനസ്സിലായി. കാരണം ഞാനിതൊന്നും ഡയറിയിൽ എഴുതിയിട്ടില്ല. ഒരക്ഷരം പോലും ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ എൻ്റെ അന്നത്തെ കാലം തൊട്ടുള്ളത് അത് സീക്വൻസിൽ തന്നെ എൻ്റെ സർവീസ് പീരീഡിൻ്റെ സീക്വൻസിലാണ് അത് പോകുന്നത്. അപ്പോൾ അതാണ് സാറ് പറഞ്ഞ എൻ്റെ കൂടെ ഒരു യാത്ര പോകാൻ. ഞാൻ ഏതൊക്കെ ജില്ലയിൽ കൂടെ വന്ന് വയനാട് ചെന്ന് പിന്നെ അവസാനം ഞാൻ ഇപ്പോഴേ ഇന്ന സ്ഥലത്ത് വന്ന് സെറ്റിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. അത് വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പലരും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ എഴുതി വരുമ്പോൾ നമ്മൾ തലയ്ക്ക് വരുന്ന പേരുകൾ ആസ്മിക്കാതെ മറക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ സീസൺ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മറന്നാൽ പിന്നെ നമ്മുടെ ശരിക്കും വല്ല മറവി രോഗം വന്നിട്ടുണ്ടാവണം. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്.
അങ്ങനെ മറവി അത്ര ബാധിച്ചിട്ടില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ പുസ്തകം. ഇനിയിപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പബ്ലിക്കിന് വേണ്ടി എഴുതേണ്ടി വരും. അത് ഞങ്ങൾ രണ്ടുപേരും അതായത് അതിൽ കുറച്ച് സാങ്കേതികത്വമൊക്കെ വരുത്തിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒരു ബുക്കായിട്ട് ചിലപ്പോൾ അതിൽ ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വൈകാരികമായിട്ടുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല. കുറച്ചുകൂടി ഡിപ്പാർട്ട്മെൻ്റൽ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ കവിത സമാഹാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പേന കയ്യിലെടുത്തിരുന്നില്ല. ഞാൻ വേറെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മാസം മുമ്പെയാണ് ഞാനൊരു 10-15 ദിവസം കൊണ്ട് അത് എഴുതി. അത് പെട്ടെന്ന് പബ്ലിഷ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. അധികമൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇവരത് ചെയ്തു തന്നു. അതിന് അപ്പോൾ അത് ഞാൻ എന്നോട് നന്ദി പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ആ കൃത്യനിർവഹണം കൂടി ഞാൻ തന്നെ നടത്താമെന്ന് വിചാരിക്കുന്നു. അസീസ് സാറിന് അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്നു. പിന്നെ പത്മനാഭൻ സാറ് എൻ്റെ പുസ്തകം എന്നെക്കാൾ ഭംഗിയായിട്ട് ഞാൻ എഴുതിയപ്പോൾ എന്ത് ചിന്തിച്ചോ അതിനേക്കാളും ഭംഗിയായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മനസ്സിലെന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. സുധീഷ് സാറാണ് സുധീഷ് സാറും അതെ അത് വായിച്ചിട്ടുണ്ടാവും, കുറേയെങ്കിലും മുഴുവൻ വായിച്ച എനിക്കറിയില്ല. എങ്കിലും സാർ അതിൻ്റെ അന്തസത്ത ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിച്ചത്. സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവസാന ഒരു അനുബന്ധത്തിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. ഞാൻ പാടാതെ പോയ പാട്ടുകളാണ് എൻ്റെ കഥകൾ അവർ പറയുന്നുണ്ട്. സാറ് വലിയൊരു പാട്ടുകാരനാണെന്ന് സാറ് തന്നെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലളിതഗാനത്തിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടാറില്ല, സെക്കൻഡ് പ്രൈസിലേക്ക് തള്ളാറാണുള്ളത്. അപ്പോൾ സാറ് പാട്ട് പാടിയാൽ വലിയ സന്തോഷം. 2 പേര് പാടാൻ പറ്റുമെങ്കിൽ അതൊരു സന്തോഷമാണ്. സാറ് പാട്ടുകാരനാണെന്നുള്ളത് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. സംഗീതമാണ് സാറിൻ്റെ ജീവൻ എന്നുള്ള രീതിയിൽ സാറ് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംഗീതവും സാഹിത്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റ് തരം പ്രശ്നങ്ങളോ നെഗറ്റീവ്സോ ഒന്നും അധികം വരില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പം എഴുതിയിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഈ ചെറിയൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടത് ഭംഗിയാക്കി തന്നതിന് നന്ദി പറയുന്നു. പിന്നെ സദസ്സിലിരിക്കുന്ന എല്ലാവരും സമയത്ത് വളരെ നേരത്തെ എത്തി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മോള് മംഗലാപുരത്ത് നിന്ന് വന്നു, അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അവിടെ ഉണ്ട്, അവന് എറണാകുളത്ത് നിന്ന് വന്നു. അതൊക്കെ എനിക്ക് സർപ്രൈസായിരുന്നു. അവരൊക്കെ എനിക്ക് സർപ്രൈസ് അങ്ങനെ ഒരുപാട് സന്തോഷം. എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്, സിസ്റ്ററിലോ വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബന്ധുക്കളും കൂട്ടുകാരും ക്ലാസ്മേറ്റ് അലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അലി എല്ലാവരും റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞങ്ങൾ 19 പേര് റെപ്രസെൻ്റ് ചെയ്താണ് അലി വന്നിരിക്കുന്നത്. അത് പിന്നെ പെൻഷനേഴ്സിൻ്റെ, പിന്നെ എൻ്റെ മൂത്ത മോളുടെ ഫാദറിൻ്റെ എല്ലാം അങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ എല്ലാ സ്ഥലത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പബ്ലിഷേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പം എല്ലാവരോടും വളരെയധികം നിങ്ങളുടെ 2 പേരുടെയും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി, സൗണ്ട് സിസ്റ്റം എല്ലാം ഹോളൊക്കെ നല്ല ഒരുക്കമുള്ളൊരു ഹോള്. വളരെ ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ പ്രഗത്ഭരായ എഴുത്തുകാർ ഇവിടെ ഇരുന്ന് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കളൊക്കെ ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി തന്നതിന് എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു.